ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിവിടെ വന്ന് 3 മാസമായെങ്കിലും അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. അതിന് മെയിനായിട്ട് കാരണം വർക്കും ക്ലാസ്സും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വെതറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ചർച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അതേതാന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ടതാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ടൗണിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറാണ്. ഇവിടുത്തെ വഴികളും ബിൽഡിങ്ങും എല്ലാം ഇങ്ങനെ മരത്തിൽ കൊത്തി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഇസാ റിവർ ആണ്. നല്ല ഭംഗിയില്ലേ ഇവിടുത്തെ ഈ ഒരു വ്യൂ കാണാനായിട്ട്. ഈ ഇസാ റിവറിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ ഹില്ലുണ്ട്, കാൽവേരിയൻ ബർഗ് ഹില്ല്. ഈ കാൽവേരിയൻബർഗ് ഹില്ലിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ചർച്ച് ഉള്ളത്. മലയുടെ മുകളിലാന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും നമുക്കൊരു മല കയറാനുണ്ടെന്ന്. പക്ഷെ അത്ര വലിയ മലയൊന്നുമല്ല കേട്ടോ, ചെറിയൊരു മല. ഇവിടെയാണെങ്കിൽ അവർ നമുക്ക് കയറാൻ എളുപ്പത്തിന് മരത്തിൻ്റെ തടീനെ കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അത്യാവശ്യം കഥയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നത് കയറുമ്പോഴും. പിന്നെ ഉണ്ടല്ലോ, ഈ ചർച്ചിന് ചെറിയൊരു ഹിസ്റ്ററി കൂടിയുണ്ട്. അതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ച് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണത്രേ. 1723 മുതൽ 1726 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ചർച്ച് നിർമ്മിച്ചത്. 1711 ഫെഡറിക് നോക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള നികുതി ഉദ്യോഗസ്ഥൻ വന്ന് ഈ മലയുടെ മുകളിൽ ഒരു ക്രൂശ് സ്ഥാപിച്ചതോടെയാണ് ഈ ചർച്ച് ഉണ്ടായതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്തോ ഈ ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് സീരിയസ് ആയതുപോലെ എനിക്ക് തോന്നുന്നു. ഹിസ്റ്ററി ഒക്കെ അല്ലേ, കുറച്ചൊക്കെ സീരിയസ് ആവാം. പിന്നെ ഞാൻ നിങ്ങൾ ഹിസ്റ്ററി പറഞ്ഞ് ഇങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നല്ല കേട്ടോ. ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. ഈ നടക്കുന്ന വഴിയുണ്ടല്ലോ, കഷ്ടിച്ചയാൾക്ക് നടക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ 2 സൈഡിലും ചെറിയൊരു കാടായതുകൊണ്ട് നടക്കുമ്പോൾ ഒരുപാട് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടോ. പിന്നെ കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു മലയല്ലേ കയറുന്നത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ വെള്ളവും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ദാഹവും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളും അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഈ മല കയറുന്നുണ്ടായിരുന്നേ. പക്ഷെ അവരൊക്കെ എന്ത് ആക്റ്റീവായിട്ടാണെന്ന് അറിയോ ഈ മല കയറുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചർച്ചാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഒരു ട്രഡീഷണൽ ജർമ്മൻ രീതിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ചർച്ച്. ഞാൻ ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ചർച്ചിൻ്റെ പേരാണ് കാൽവേരിയൻ ബർഗ് ചർച്ച്. നമ്മുടെ ബാറ്റോൾസിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നമ്മുടെ മലയുടെ മുകളിൽ എത്തിയിട്ടോ. ഇത് നോക്കിക്കേ, ഈ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ടൗണ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ നടന്ന് വന്ന ഒരു ക്ഷീണമൊക്കെ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ അങ്ങനെ അങ്ങ് പോവും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇവിടെ ചെറിയൊരു ടെലിസ്കോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ €1 അല്ലെങ്കിൽ €2 ഇട്ട് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് ഈ വ്യൂ ഒക്കെ കുറച്ചുകൂടി ഭംഗിയിൽ കാണാൻ പറ്റും. ഇത് ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പൈപ്പാണ്. നല്ല രസമില്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഫുള്ള് മരം കൊണ്ട്. പിന്നെ ആ ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്ട്രക്ചർ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതാണ് ഈ ചർച്ചിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഈ ചർച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആ ഒരു പഴക്കം. പിന്നെ ഇവിടെ പറയേണ്ട വേറൊരു കാര്യമാണ്, ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. ഒരു ചെറിയ സൗണ്ട് പോലും ഇവിടെ കേൾക്കാനില്ല, അത്രയ്ക്കും പീസ്ഫുള്ളാണ്. ഇനി നമുക്ക് ചർച്ചിൻ്റെ അകത്തെ വ്യൂ ഒന്ന് കാണാമല്ലേ. ആ വാതിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം പഴക്കമുണ്ടെന്ന്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇരിക്കാനുള്ള ഈ ഒരു സ്ഥലമൊക്കെ ഫുള്ള് മരം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ട്രഡീഷണൽ ലുക്കില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ എന്തോ നല്ലൊരു ഒരു ഒരു സമാധാനം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തെ വ്യൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ കാൽവേരിയൻബർഗ് ചർച്ച് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ചർച്ച്, അതിനേക്കാളുപരി നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു ട്വിസ്റ്റ് പറയട്ടെ. ഈ കാൽവേരിയൻബർഗ് ചർച്ചിലേക്ക് വരാനായിട്ട് ഇതുപോലത്തെ നല്ലൊരു റോഡ് പോലെയുള്ളൊരു വഴി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാലും സാരമില്ല, ആ കാട്ടിലൂടെയുള്ള വഴിയാണെങ്കിലും അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.